കായിക ലോകത്തിന്റെ അഭിമാനമായ ക്രിക്കറ്റ് ദൈവം ഇതാദ്യമായാണ് വിരമിക്കലിന് ശേഷം ഒരു ഔദ്യോഗിക സിനിമാ സംബന്ധമായ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രശസ്ത ബോളിവുഡ് നടനും ടെലിവിഷൻ താരവുമായ ശേഖർ സുമന്റെ ഹാർട്ട്ലെസ് എന്ന ചിത്രത്തിന്റെ ഗാനങ്ങളുടെ പ്രകാശനത്തിനായാണ് സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയിലെ ചടങ്ങിലെത്തിയത്. ഇതാദ്യമായാണ് ശേഖർ സുമൻ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. അബോധാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്ന ചിത്രം തന്റെ മരിച്ചുപോയ മകനു വേണ്ടിയാണ് ശേഖർ സുമൻ സമർപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ശേഖറിന്റെ മകൻ ആയുഷിന് സച്ചിൻ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. ചിത്രം ശേഖറിന്റെ മകന് സമർപ്പിച്ചതാണ് താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു കാരണമെന്ന് സച്ചിൻ പറഞ്ഞു. 1994 ഹൃദയരോഗം മൂലമാണ് ശേഖറിന്റെ മകൻ മരിച്ചതെന്നത് വളരെ യാദൃശ്ചികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹാർട്ട്ലെസ് എന്നാണ് ചിത്രത്തിന്റെ പേരെങ്കിലും ജീവൻ വളരെ വിലപ്പെട്ടതാണെന്നും അത് സംരക്ഷിക്കാൻ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും മാസ്റ്റർ ബ്ലാസ്റ്റർ കൂട്ടിച്ചേർത്തു. Let us have a big heart in supporting this cause. Let's donate generously. And സിനിമ എന്നത് വിനോദത്തിന് മാത്രമായുള്ള ഒരു ഉപാധിയല്ലെന്നും സമൂഹത്തിന് സിനിമകളിലൂടെ ഒരു സന്ദേശം നൽകാൻ കഴിയണമെന്നും ശേഖർ സുമൻ പറഞ്ഞു. നല്ല സന്ദേശങ്ങൾ നൽകാൻ കഴിയാത്ത ചിത്രങ്ങൾ അനാവശ്യമാണെന്നും ശേഖർ കൂട്ടിച്ചേർത്തു. ഈ ചിത്രമല്ല, താൻ ഇനി ഏത് ചിത്രമെടുത്താലും അതിന്റെ പ്രതിഫലം ആശുപത്രികളിലെ ശിശുരോഗ വിഭാഗത്തിന് കൈമാറുമെന്നും ശേഖർ സുമൻ വ്യക്തമാക്കി. ഇളയ മകൻ അധ്യയൻ സുമൻ മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഓംപുരി, ദീപ്തി നവൽ, മദൻ ജെയിൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രം അടുത്ത വർഷം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.